Fourier series in the interval minus m comma m. അതായത് നമ്മൾ ഇതുവരെയും Fourier series in the interval 0, 2 pi എന്നോ അല്ലെങ്കിൽ 0 to എന്നുള്ള രീതിയിലുള്ള പ്രോബ്ലമാണ് ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ പ്രോബ്ലം. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് ഇൻ്റർവൽ മൈനസ് എം കോമ എം, അതായത് നമുക്ക് പ്രോബ്ലം സാധാരണ മൈനസ് പൈ കോമ പൈ അല്ലെങ്കിൽ മൈനസ് എൽ കോമ എൽ ഓർ ഇവിടെ വരുന്ന വാല്യൂവിൻ്റെ തന്നെ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും ആദ്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുവാണെങ്കിൽ അല്ലെങ്കിൽ മൈനസ് 3,3 ഇതുപോലെയൊക്കെ പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഈവൻ ആണോ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഫംഗ്ഷനകത്ത് എക്സിന് വരെ -x കൊടുത്താൽ ആ ഫംഗ്ഷൻ തന്നെ കിട്ടുകയാണെങ്കിൽ അത് ഈവൻ ഫംഗ്ഷൻ. ഒരു എക്സാമ്പിൾ എഴുതി കാണിച്ചു തരട്ടെ. f of x is equal to x sin x എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചോളൂ. ഇൻ ദ ഇൻ്റർവൽ മൈനസ് പൈ കോമ പൈ. അപ്പോൾ നമ്മൾ എക്സിന് പകരം -x കൊടുക്കുമ്പം ഇത് -x ഇൻറ്റു സൈൻ ഓഫ് -x എന്ന് വരും. സൈൻ ഓഫ് മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ആണേ. അപ്പോൾ ആ മൈനസ് സൈൻ തീറ്റയും ഈ മൈനസും കൂടെ ഇതെന്താവും x ഇൻറ്റു സൈൻ x എന്നാവും. ഓക്കെ, അതായത് പഴയ ഫംഗ്ഷൻ തന്നെ കിട്ടും. അപ്പോൾ ഇതെന്ത് ഫംഗ്ഷനാണ്? ഇവിടുത്തെ f of x എന്ന് പറഞ്ഞാൽ ഈവൻ ഫംഗ്ഷനാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈക്വൽ ഇൻ്റർവലിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ, അതായത് ഒരു ലൈനിൻ്റെ 0 മുതൽ പൈ വരെയുള്ള ദൂരം തന്നെയാണ് -π മുതൽ 0 വരെ. അപ്പം അങ്ങനത്തെ ഈക്വൽ ഇൻ്റർവൽ ഇവിടെ വരുന്ന വാല്യൂൻ്റെ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആദ്യം വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഈക്വൽ ഇൻ്റർവൽ ആണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, അതിന് ഈവൻ ഫംഗ്ഷൻ ആണോ ഓഡ് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യും. ഈവൻ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഈവൻ ഫംഗ്ഷൻ ആവുന്ന പ്രോബ്ലത്തിനകത്ത് bn എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, നമ്മുടെ ഫോറിയർ സീരീസ് ഇതല്ലേ. ഇപ്പോൾ ഈ മൈനസ് എം കോമ എം എന്ന് പറയുന്ന ഇൻ്റർവലിനകത്ത് നമ്മൾ ഫോറിയർ സീരീസ് ഈ പീരീഡ് 2m ആണെങ്കിൽ ഫോറിയർ സീരീസാണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത്. a0/2 പ്ലസ് സമ്മേഷൻ ഈക്വൽ ടു 1 to infinity an ഇൻറ്റു കോസ് n പൈ ബൈ mx പ്ലസ് എന്നുള്ള ഫോമില്ല. അപ്പോൾ ഈ ഫോറിയർ സീരീസിനകത്ത് bn എന്നുള്ള പാർട്ട് 0 ആയി പോകും. അപ്പോൾ ഈ ഫോറിയർ സീരീസ് പിന്നെ എന്തായി മാറും? ഇതുപോലെ ആയി മാറും. f of x is equal to a0/2 പ്ലസ് summation n equal to 1 to infinity an into cos n pi by mx. അവിടെ എന്തില്ല, bn എന്ന് പറയുന്ന പാർട്ട് 0 ആണ്. അപ്പോൾ ഇത് എളുപ്പമാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട്. ഈവൻ ഫംഗ്ഷൻ ആണെന്ന് കണ്ട bn ഫൈൻഡ് ചെയ്യാണ്ട് തന്നെ ഈ ഫോമിലേക്ക് കൊടുത്ത് ഫൈൻഡ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ആ ഫംഗ്ഷന് ഇതേപോലെ ഫോറിയർ സീരീസ് എഴുതി വെക്കാം. ഇനി നമ്മൾ +2 ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ഒരു ഇൻ്റഗ്രൽ -a to a ആണെന്ന് വിചാരിക്കുക. f of x dx എന്നുള്ളത് ഈസ് ഈക്വൽ ടു 2 into integral 0 to a f of x dx ആണ്. if f of x is even, f of x ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ, അതാണ് ഇവിടെയും വന്നത്. f of x ഈവൻ ഫംഗ്ഷൻ ആണ്, ഇൻ്റഗ്രലിനെ -a to a എന്നുള്ളതിനെ മാറ്റിയിട്ട് 2 into integral 0 to a എഴുതേക്കാം. അതേപോലെ f of x ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാണ്ട് തന്നെ 0 എന്ന് എഴുതാം. അപ്പോൾ അതാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. ആ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് ഏത് പ്രോബ്ലം വന്നാലും നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇനി ഇവിടെ a0 an ഫൈൻഡ് ചെയ്യേണ്ട ഫോമുല, a0 ഫൈൻഡ് ചെയ്യേണ്ട ഫോമുല ഇതല്ലേ, a0 equal to 1/m into integral -m to m f of x dx എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോമുലയിൽ f of x ഈവൻ ആണെങ്കിൽ അയാൾ നമുക്ക് എന്തെന്ന് എഴുതാം, a0 is equal to 2/m into integral 0 to m f of x dx. ഇത് പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിലാണ് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പം അതേപോലെ an എന്ന് പറയുന്നത് 2/m into integral 0 to m f of x into cos n pi by mx dx. ഓക്കെ, ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ഇതുവരെയും ഫോമുലയിൽ ഒരിടത്തും നമുക്ക് 2/, എന്ന് വന്നിട്ടില്ല. എല്ലാ ഫോമുലയ്ക്കകത്ത് 1/m എന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആകെ ഈ 2 ഫോമുലയ്ക്കകത്ത് മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, a0 an 2/m എന്ന് ഇട്ടത്. ഇത് പ്രോബ്ലം ചെയ്യാൻ ഈസി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നിർബന്ധമൊന്നുമില്ല, ഇതുപോലെ ചെയ്താൽ മതി. a0 an കിട്ടും. bn എന്ന് പറയുന്നത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ അത് കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ അതിനേക്കാൾ നല്ലത് എന്തുവാണ്, നമുക്കിതുപോലെ ഈവനോട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ bn 0 ആണെങ്കിൽ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ അതേപോലെ ഓഡ് ഫംഗ്ഷൻ്റെ ഒരു എക്സാമ്പിൾ പറയട്ടെ. ഓഡ് ഫംഗ്ഷൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ f of x is equal to x³ ആണെന്ന് വിചാരിക്കുക. f of x is equal to x³. എക്സിന് പകരം നമ്മൾ -x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഇത് -x³ എന്ന് വരും. ദറ്റ് ഈസ് ഈക്വൽ ടു -x³. അതായത് -f of x അല്ല, x³ നമ്മൾ f of x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. f of x തന്നെ x³ ആണ്. അപ്പം -f of x എന്നാണ് പറയുന്നത്. അപ്പം ഇതെന്ത് ഫംഗ്ഷൻ? therefore f of x ഈസ് ഓഡ് ഫംഗ്ഷൻ. f of -x equal to -f of x ആകുമ്പോഴാണ് അത് എന്ത് ഫംഗ്ഷൻ ആവുന്നത്, ഓഡ് ഫംഗ്ഷൻ ആവുന്നത്. സോ ഹിയർ f of x ഈസ് ഓഡ് ഫംഗ്ഷൻ. ഓഡ് ഫംഗ്ഷൻ ആവണമെങ്കിൽ 0 ആവുന്നത്. അപ്പോൾ f of x ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇൻ്റഗ്രലിൻ്റെ ആൻസർ 0. ഇയാൾ ഓഡ് ഫംഗ്ഷൻ ആണ്, കോസ് ഇൻറ്റു f of x എന്ന് പറയുമ്പോൾ ഇതും ഓഡ് ഫംഗ്ഷൻ ആണ്. a0 0 ആയിരിക്കും, an 0 ആയിരിക്കും. എന്ത് എളുപ്പം. ഫോറിയർ സീരീസിനകത്ത് a0 an ഇല്ലെങ്കിൽ പിന്നെ എന്തേ ഉള്ളൂ, f of x is equal to summation n equal to 1 to infinity bn into sin n pi by mx. ഓക്കെ, where bn is equal to ഇവിടെ ഫോമുല എഴുതുപോലെ 2/m into integral 0 to m -m to m എന്ന് എഴുതുന്നില്ല.
എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ പൈ ബൈ എം എക്സ് ഡി എക്സ്. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പത്തിനാണ് ഞാൻ ഈ മെത്തേഡ് ഇങ്ങനെ പറഞ്ഞത്. അതല്ല എന്നുണ്ടെങ്കിൽ എന്തുവാ, ഇത് രണ്ടും അല്ല, ഈവനും അല്ല ഓടും അല്ലാത്ത കേസും വരാം. ഈവനും അല്ല ഓടും അല്ലാത്ത കേസ് വരുവാണെങ്കിൽ നെയ്തർ ഈവൻ നോർ ഓഡ്. അപ്പോൾ ഇങ്ങനെയാണ് ഫോമുല വരണത്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് ഞാൻ ഫോമുല പറഞ്ഞേ, മൈനസ് പൈ കോമ പൈ അല്ലെങ്കിൽ മൈനസ് എം കോമ ഈക്വൽ ഇൻ്റർവെൽ വരുമ്പം നമ്മൾ ഇതുപോലെ പ്രോബ്ലം ചെയ്യണേ. അപ്പോൾ ഇനി എനിക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ഹാഫ് റേഞ്ച് സീരീസ് ആണ്. ഹാഫ് റേഞ്ച് സീരീസ് അത് ഞാൻ ഇവിടെ അങ്ങ് പറയുക. ഹാഫ് റേഞ്ച് സീരീസ് കാരണം എനിക്കിനി ഒരിക്കൽ കൂടെ ഫോമുല എഴുതാൻ വയ്യ, അതുകൊണ്ടാണ്. ഹാഫ് റേഞ്ച് സീരീസിൻ്റെ പീരീഡ് എപ്പോഴും 0,m എന്നായിരിക്കും. അതായത് പീരീഡ് എന്ന് പറയുന്നത് m - 0. ജനറൽ ഫോമുലയിലെ പീരീഡ് m ആണ്. ഇതുവരെയുള്ള ഫോറിയർ സീരീസിൻ്റെ പീരീഡ് എല്ലാം എന്തായിരുന്നു, 2m എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. കണ്ടോ, പീരീഡ് ഇസ് ഈക്വൽ ടു 2m. ബട്ട് ഹാഫ് റേഞ്ച് സീരീസിൻ്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെന്ന് ഇക്വേറ്റ് ചെയ്യത്തുള്ളൂ, m = 2 എന്ന് പറഞ്ഞിട്ട് ഇക്വേറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഹാഫ് റേഞ്ച് സീരീസ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ഫോറിയർ സീരീസിൻ്റെ ഫുൾ ഉണ്ടാവത്തില്ല, ഏതെങ്കിലും ഒരു പാർട്ട് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നോക്കിക്കേ, ഹാഫ് റേഞ്ച് ഫോറിയർ കൊസൈൻ സീരീസ് നമ്മുടെ ഇവിടുത്തെ എഫ് ഓഫ് എക്സ് കണ്ടോ, അവിടെ കോൺസ്റ്റൻറ്റും an ഇൻറ്റു കോസ് എൻ പൈ ബൈ എം എക്സ് എന്ന് പറഞ്ഞ ഒരു ടേമാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഹാഫ് റേഞ്ച് ഫോറിയർ കൊസൈൻ സീരീസ് എന്ന് നമുക്ക് ഇനി പഠിക്കാനുള്ള ഫോമുല ഇതാണ്. കൊസൈൻ സീരീസ് ഇൻ ദ ഇൻ്റർവെൽ 0,m എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ഫോമുല ഇതാണ്. ബി എന്നുള്ള പാർട്ട് വേണ്ട, ഇത് മുതൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2 പ്ലസ് സമ്മേഷൻ ഈക്വൽ ടു 1 to infinity an ഇൻറ്റു കോസ് എൻ പൈ എം എക്സ് ഡി എക്സ്, എം പൈ ബൈ എം എക്സ്. a0 ഫൈൻഡ് ചെയ്യേണ്ട ഫോമുല 2/m ഇൻറ്റു ഇൻ്റഗ്രൽ 0 to m എഫ് ഓഫ് എക്സ് ഡി എക്സ് ആൻഡ് an ഫൈൻഡ് ചെയ്യേണ്ട ഫോമുല 2/m ഇൻറ്റു ഇൻ്റഗ്രൽ 0 to m എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ പൈ ബൈ എം എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇതിപ്പോൾ തന്നെ പറയണമെന്ന് മനസ്സിലായല്ലോ. ഈ ഫോമുല നമുക്ക് എന്തായാലും പഠിക്കണം, കാരണം ഹാഫ് റേഞ്ച് ഫോറിയർ കൊസൈൻ സീരീസ് എന്ന് പറഞ്ഞിട്ട് ഹാഫ് റേഞ്ച് ഫോറിയർ കൊസൈൻ സീരീസ് ആണ് ഇത്, കൊസൈൻ സീരീസ്. അപ്പോൾ നിങ്ങൾ എന്നെ പറഞ്ഞേ, ഈ സൈൻ മാത്രമുള്ള ഈ സീരീസ് നമ്മൾ എന്തെന്നായിരിക്കും പറയണത്, അതിനെ പറയുന്ന പേരാണ് ഹാഫ് റേഞ്ച് ഫോറിയർ സൈൻ സീരീസ്. ഓക്കെ, ഹാഫ് റേഞ്ച് ഫോറിയർ സൈൻ സീരീസ് എന്ന് പറയുന്നത് നമ്മൾ അതിനാണ് ഇൻ ദ ഇൻ്റർവെൽ 0,m. നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം എന്താണ്, ഹാഫ് റേഞ്ച് സീരീസ് എന്ന് പറഞ്ഞാൽ പീരീഡ് m എന്ന് ഇക്വേറ്റ് ചെയ്യണം. ഫോറിയർ സീരീസ്, ഫൈൻ ഫോറിയർ സീരീസ് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ പീരീഡ് 2m എന്ന് ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് എൻ്റെ ആകെ ഡിഫറൻസ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ഫോറിയർ സീരീസ് ഇൻ ദ ഇൻ്റർവെൽ, ഫൈൻഡ് ഫോറിയർ സീരീസ് ഇൻ ദ ഇൻ്റർവെൽ -3,3 ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x². നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² ഓൾറെഡി ചെയ്തതിൽ പിന്നെ എന്തിനാണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ മെത്തേഡ് മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തരുക. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫോറിയർ സീരീസിനകത്ത് എല്ലാം എനിക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല. ടൈം ഉണ്ടെങ്കിൽ ഞാൻ ആ പ്രോബ്ലം കൂടി ചെയ്തിട്ട് തരാം. കാരണം എനിക്ക് മോഡ് എക്സ്, മോഡ് സൈൻ എക്സ്, മോഡ് കോസ് എക്സ് ഞാൻ പറഞ്ഞിട്ടില്ല. അത് നേരത്തെ 0,2πക്കകത്ത് പറയാനുള്ള കേസാണ്. പക്ഷെ ഞാൻ എന്താ പറയുവാണല്ലോ, മോഡ് എക്സ് നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്തിട്ട് പോകണം. മോഡ് കോസ് എക്സ്, മോഡ് സൈൻ എക്സ്, ഈ 3 പ്രോബ്ലം പഠിച്ചിട്ട് പോവുക. കാരണം മോഡ് കോസ് എക്സ് ഒക്കെ ഒരു പ്രാവശ്യം 10 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പം എന്തായാലും അതിനിപ്പോൾ ഈ മെത്തേഡ് ഇങ്ങനെ പറഞ്ഞു തരുവാണ്. അപ്പോൾ ഫൈൻഡ് ഫോറിയർ സീരീസ് ഇൻ ദ ഇൻ്റർവൽ -3,3 ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x². ഈ ഇൻ്റർവലാണ് നമ്മുടെ കണ്ണിൽ പെടുന്നത്. ഫോറിയർ സീരീസിനൊക്കെയുള്ള പിന്നെ ആലോചിക്കുന്നത് ഈ ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ എന്താ, ഈക്വൽ ഇൻ്റർവലാണ്. അപ്പോൾ ഈവനോട് ചെക്ക് ചെയ്യേണ്ട പ്രോബ്ലമാണ്. ഇവിടുത്തെ പീരീഡ് എന്ന് പറയുന്നത് 3 -3 എന്ന് പറയുമ്പോൾ എത്രയാണ് പറയുന്നത്, 6. ഫോറിയർ സീരീസ് എന്ന് പറഞ്ഞാൽ പീരീഡ് എന്തിനാണ് ഇക്വേറ്റ് ചെയ്യണേ, 2m ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ m is equal to 6/2 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി, 3 എന്ന് കിട്ടി. ഓക്കെ, നമ്മുടെ ഫോറിയർ സീരീസിൻ്റെ ഫോമുല എന്തുവാ, ഇത് എന്ത് ഫംഗ്ഷനാണ്, ഈവൻ ആണോ ഓടാണോ നോക്കണം. കാരണം -3,3 എന്നുള്ള ഇൻ്റർവൽ ആയത് കാരണം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x² എടുത്ത് എഴുതി. എക്സിന് പകരം ഞാൻ -x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം ഇത് -x² വിച്ച് ഈസ് ഈക്വൽ ടു x². പഴയ ആളെ തന്നെ കിട്ടി. അപ്പോൾ എഫ് ഓഫ് -x ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി, എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി. Therefore, f of x is even function. Even function ആണെങ്കിൽ നമ്മൾ ഉടനെ എന്ത് എഴുതും, ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ എഴുതാൻ പോകുന്നത് ആര് 0 എന്നാ, bn = 0. എന്നിട്ട് എന്താ ഫോറിയർ സീരീസിനകത്ത് a0 മാത്രമല്ലേ ഉള്ളൂ. അതിൽ an ഫൈൻഡ് ചെയ്യേണ്ട ഫോമുല നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് 2/m ഇൻറ്റു ഇൻ്റഗ്രൽ 0 to m എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ് പഠിച്ചേക്കുന്നത് അല്ലേ. m എന്താ ഇവിടുത്തെ 3 ആണ്. അത് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 2/3 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 3 എഫ് ഓഫ് എക്സ് ഡി എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ എന്താണ്, x² dx. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു x²ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ x³ ആണ്. ലിമിറ്റ് ഈസ് ഫ്രം 0 to 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇവിടെ പുറത്തേക്ക് വന്നത് 2/9 ആവും. അപ്പർ ലിമിറ്റ് 3³ എന്ന് പറഞ്ഞാൽ 27 മൈനസ് ലോവർ ലിമിറ്റ് 0. 9ഉം 27ഉം മുമ്പ് ഇവിടെ എത്രയാണ് വരുന്നത്, 3 എന്നാണ് വരുന്നത്. സോ ആൻസർ 6 എന്ന് കിട്ടി. a0 is equal to 6. അടുത്തെന്താ ഫൈൻഡ് ചെയ്യേണ്ടത്, an ഫൈൻഡ് ചെയ്യണം അല്ലേ. an ഫൈൻഡ് ചെയ്യേണ്ട ഫോമിൽ എന്താ പറഞ്ഞത്, 2/m ഇൻറ്റു ഇൻ്റഗ്രൽ 0 to m എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് n പൈ ബൈ എം എക്സ് ഡി എക്സ്, നമ്മുടെ ജനറൽ ഫോമുല.
അത് ഞാനിപ്പം അവിടെ എഴുതുന്നില്ല ആ ഫോമുല. എമ്മിൻ്റെ സ്ഥാനത്ത് ഇവിടുത്തെ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതെങ്ങനെയായി മാറും? 2/3 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 3 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ ക്വസ്റ്റ്യനിലുള്ളത്? x² ഇൻറ്റു കോസ് n π/3x dx. ഇൻ്റഗ്രേറ്റ് ചെയ്യാവോ? That is equal to 2/3 into Bernoulli's formula യൂസ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യണേ. ആദ്യത്തെ ടേമിന് നമ്മൾ സ്മോൾ ബ്രാക്കറ്റ് ഇട്ടു. രണ്ടാമത് കോസിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ സൈൻ n π/3x/n π/3 മൈനസ് ഓഫ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ഇൻറ്റു സൈനിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് n π/3x/n π/3യും ഈ n π/3യും കൂടി ചേർന്നിട്ടത് n² π²/3² പ്ലസ് 2xൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു കോസിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ സൈൻ ആണ് ഇൻക്ലൂഡിങ് ദ നെഗറ്റീവ് സൈൻ മൈനസ് സൈൻ n π/3x/n π/3യും ഈ n π/3യും കൂടി ചേർന്നിട്ട് n³ π³ ഓക്കെ. ലിമിറ്റ് ഈസ് ഫ്രം 0 to 3. ലിമിറ്റ് അപ്ലൈ ചെയ്യുവാണേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു നോക്കിക്കേ സൈൻ n π/3 ഓക്കെ. അതിൽ ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് 3 കൊടുക്കുമ്പോൾ 3 ക്യാൻസൽ ആകുമ്പോൾ സൈൻ n π 0 ആണ്. അപ്പോൾ ആദ്യത്തെ ടേം എന്തായി? 0. മൈനസ് ഓഫ് മൈനസ് പ്ലസ് 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഡിനോമിനേറ്റർ n² π²/3² റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 9/n² π² ഇൻറ്റു നോക്കിക്കേ കോസ് n π/3 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് 3 ക്യാൻസൽ ആകുമ്പോൾ കോസ് n π എന്ന് പറഞ്ഞാൽ എന്താ? -1 the whole power n. അതുകൊണ്ട് -1 the whole power n എഴുതി. ഇനി സൈൻ n π/3 ഇൻറ്റു 3 സൈൻ n π ഇവിടെ ആദ്യത്തെ ആളെ പോലെ അത് 0 മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് കൊടുക്കുവാണേ. എക്സ് ഇൻറ്റു എന്ന് നടക്കണം. സോ 0 ഇൻറ്റു സൈൻ 0 0 ഇൻറ്റു കോസ് 0 സൈൻ 0 0 ലോവർ ലിമിറ്റ് എല്ലാം 0 ആയിപ്പോയി. ദറ്റ് ഈസ് ഈക്വൽ ടു നോക്കിക്കേ 2/3 ഇൻറ്റു 6 ഇൻറ്റു 9/n² π² അല്ലേ? 3യും 6ഉം കൂടെ പോകുമ്പോൾ എന്ത് വരും? 3 ഓക്കെ. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 54/n² π² ഇൻറ്റു -1 the whole power n. an-ൻ്റെ ആൻസറായി കിട്ടി. ഓക്കെ. therefore എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫോറിയർ സീരീസ് എന്തുമായിരുന്നു? a0/2 പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity an ഇൻറ്റു കോസ് n π/3x. ഫോറിയർ സീരീസിൻ്റെ ഫോമുല എഴുതിയത് a0ൻ്റെ സ്ഥാനത്ത് 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 6/2 3 ആണ് പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity 54/n² π² ഇൻറ്റു -1 the whole power n ഇൻറ്റു കോസ് n π/3x. ഓക്കെ. അപ്പോൾ ഞാനിത് മെത്തേഡ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയുന്ന ഒരു പ്രോബ്ലം തന്നെ എടുത്തതാണ് ഇവിടെ പറഞ്ഞത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എഫ് ഓഫ് എക്സ് ഇക്വൽ ടു x² എന്താ ഇൻ്റർവൽ -3,3 ഒത്തിരി തവണ ചോദിച്ച ക്വസ്റ്റ്യനാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ തന്നത്. അപ്പോൾ ഇൻ്റർവൽ -π, π എന്ത് ഇൻ്റർവെൽ വേണമെങ്കിലും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ. ചെറിയ മിസ്റ്റേക്ക് പറ്റിയേ. എന്താണെന്ന് പറഞ്ഞാൽ 3യും 6ഉം കൂടെ പോയിട്ട് ഞാനിവിടെ 3 എന്ന് എഴുതി. ശരിക്കും എന്താ വരേണ്ടത്? 2 ആണ് വരേണ്ടത്. അപ്പോൾ 2 ഇൻറ്റു 2 4 4 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ്? 54 അല്ല 36 ആണ് വരേണ്ടത്. ഓക്കെ. അപ്പോൾ 36. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ഫൈൻഡ് ഫോറിയർ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x cos x in the interval -π, π. നോക്കി നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ -π, π ഇൻ്റർവെൽ വന്നാൽ ആദ്യം ഇത് ഈവൻ ആണോ ഓടാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. എന്തായാലും പീരീഡ് ആദ്യം എഴുതേണ്ടത്. അപ്പോൾ പീരീഡ് ഇസ് ഈക്വൽ ടു എന്തുവാ? π മൈനസ് ഓഫ് -π എന്ന് പറയുമ്പോഴേക്കും 2π ആണ്. നമ്മൾ എന്തിനാ ഇക്വേറ്റ് ചെയ്യുക? 2mന് ഇക്വേറ്റ് ചെയ്യുമ്പം m ഈക്വൽ ടു π എന്ന് കിട്ടി. ഓക്കെ. അടുത്ത് നമ്മൾ എന്താ ചെയ്യുക? അടുത്ത് നമ്മൾ ഫോറിയർ സീരീസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് കോസ് എക്സ് ഈവൻ ആണോ ഓടാണോ എന്ന് ചെക്ക് ചെയ്യും. ദറ്റ് ഈസ് എഫ് ഓഫ് -x ഇസ് ഈക്വൽ ടു -x ഇൻറ്റു കോസ് ഓഫ് -x. കോസ് ഓഫ് -θ ഈസ് കോസ് θ. സോ ദിസ് ഇസ് ഈക്വൽ ടു -x ഇൻറ്റു കോസ് എക്സ് എന്ന് തന്നെയാണ് വരണത്. എക്സ് കോസ് എക്സിനെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. സോ ഇത് -f ഓഫ് എക്സ് ആണ്. therefore എഫ് ഓഫ് എക്സ് എന്തായി? എഫ് ഓഫ് എക്സ് ഈസ് ഓഡ് ഫംഗ്ഷൻ. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാണ്. കാരണം ആരൊക്കെ 0 ആവും? അവിടെ a0 0 ആവും, an 0 ആവും. bn ഫൈൻഡ് ചെയ്യേണ്ട ഫോമുല എന്താണ്? bn is equal to 2/m ഇൻറ്റു ഇൻ്റഗ്രൽ 0 to m എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ n π/mx dx. ജനറൽ ഫോമുല എഴുതി. എമ്മിൻ്റെ സ്ഥാനത്ത് പൈ കൊടുക്കുമ്പോൾ ഇതെങ്ങനെ മാറും? 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു സൈൻ nx dx. അതെങ്ങനെയാണ് സൈൻ nx ആയത്? എമ്മിൻ്റെ സ്ഥാനത്ത് പൈ വരുമ്പോൾ പൈയും ക്യാൻസലായി പോയിട്ട് ബാക്കി സൈൻ nx dx. അപ്പോൾ ഞാൻ നിങ്ങളെ എക്സ് സൈൻ എക്സ് എന്നുള്ള പ്രോബ്ലം ചെയ്തപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട് nx എന്നുള്ള ടേം ഉണ്ടെങ്കിൽ നമ്മൾ അയാളെ ഫസ്റ്റ് ടേം ആയിട്ട് എടുക്കും. അപ്പോൾ 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π എക്സ് ഇൻറ്റു ആദ്യം നമ്മൾ എന്തെടുക്കും? സൈൻ nx ഇൻറ്റു കോസ് എക്സ് dx. ഓക്കെ.
സൈൻ എ സൈൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ എ സൈൻ ബി ഈസ് ഈക്വൽ ടു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ എ സൈൻ ബി ഞാൻ എല്ലാ ഫോർമുല എഴുതി തന്നെയാണ്. 1/2 ഇൻറ്റു സൈൻ എ കോസ് ബി ആണ്, സോറി, 1/2 ഇൻറ്റു സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. അപ്പോൾ ആ ഫോർമുല ഇവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ദിസ് ഈക്വൽ ടു 2/π ഇൻറ്റു ആ 1/2 ഇവിടെ വരുന്നതിനാണ് ഞാൻ ഫ്രണ്ടിൽ 1/2 ഇട്ടേക്കുന്നത്. ഇൻറ്റഗ്രൽ 0 to π എക്സ് ഇൻറ്റു സൈൻ എ പ്ലസ് ബി. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എൻ എക്സ് പ്ലസ് എക്സ് ആ, അല്ല എക്സ് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എന്താവും? എൻ പ്ലസ് 1 ഇൻറ്റു എക്സ്. അപ്പം സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി, ദറ്റ് ഈസ് സൈൻ എൻ മൈനസ് 1 എക്സ് ഡി എക്സ്. ഓക്കെ, ഫസ്റ്റ് ഫംഗ്ഷനാണ് യു, രണ്ടാമത് നടക്കുന്ന ഈ ടേമാണ് വി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 അങ്ങ് ക്യാൻസലായി. സോ ദിസ് ഈക്വൽ ടു 1/π ഇൻറ്റു നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണേ. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു സൈനിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എൻ പ്ലസ് 1 എക്സ് ബൈ എൻ പ്ലസ് 1. അടുത്ത സൈൻ എൻ മൈനസ് 1 എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എൻ മൈനസ് 1 എക്സ് ബൈ എൻ മൈനസ് 1 മൈനസ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു കോസിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ സൈൻ ആണ്. സോ മൈനസ് സൈൻ എൻ പ്ലസ് 1 എക്സ് ബൈ എൻ പ്ലസ് 1 ദ ഹോൾ സ്ക്വയറും മൈനസ് ഓഫ് കോസ് എൻ മൈനസ് 1 എക്സ് ബൈ എൻ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. ലിമിറ്റ് ഈസ് ഫ്രം, സോറി, കോസിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ സൈൻ അല്ലേ, മൈനസ് സൈൻ എൻ മൈനസ് 1 എക്സ് ബൈ എൻ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. ലിമിറ്റ് ഈസ് ഫ്രം 0 to π. ലിമിറ്റ് അപ്ലൈ ആയിട്ടെ. കോസ് എൻ പ്ലസ് 1 പൈ എന്ന് വരെ. ദിസ് ഇസ് ഈക്വൽ ടു 1/π ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുവാണ്. എക്സിൻ്റെ സ്ഥാനത്ത് പൈ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് മൈനസ് കോസ് എൻ പ്ലസ് 1 പൈ ബൈ എൻ പ്ലസ് 1 മൈനസ് ഓഫ് കോസ് എൻ മൈനസ് 1 പൈ ബൈ എൻ മൈനസ് 1 മൈനസ് സൈനിൻ്റെ കൂടെ എൻ പ്ലസ് 1 പൈ ആയാലും പൈ ആണ് വരണമെങ്കിൽ ഇതെന്താണ്? 0 ആണ്. ഓക്കെ, മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പം 0 ഇൻറ്റു കോസ് എന്ന് വരുമ്പോഴേക്കും അത് 0 ആവുന്നുണ്ട്. സൈൻ 0 എന്തുവാണ്? 0 ആണ്. അപ്പോൾ അതങ്ങ് കഴിഞ്ഞു. ആകെ ഈ രണ്ട് ടേമിലേ വന്നുള്ളൂ. കോസ് എൻ പൈ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് എൻ പൈ എന്ന് പറഞ്ഞാൽ -1 ദ ഹോൾ പവർ എൻ ആണ്. അപ്പോൾ കോസ് എൻ പ്ലസ് 1 പൈ എന്ന് പറഞ്ഞാൽ -1 ദ ഹോൾ പവർ എൻ പ്ലസ് 1 ആണ്. കോസ് എൻ മൈനസ് 1 പൈ എന്ന് പറഞ്ഞാൽ -1 ദ ഹോൾ പവർ എൻ മൈനസ് 1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു പൈയും പൈയും അങ്ങ് ക്യാൻസലായി പോയേ. ദിസ് ഈസ് ഈക്വൽ ടു നോക്കിക്കേ, ഈ മൈനസ് ഓഫ് -1 ദ ഹോൾ റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. അടുത്തെന്താ? മൈനസ് ഓഫ് -1 ദ ഹോൾ റൈസ് ടു എൻ മൈനസ് 1 ബൈ എൻ മൈനസ് 1. ഇവിടെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് പറഞ്ഞാൽ -1 റൈസ് ടു എൻ പ്ലസ് 1നെ സ്പ്ലിറ്റ് ചെയ്യുമ്പം -1 റൈസ് ടു എൻ ഇൻറ്റു -1 എന്ന് എഴുതാം അല്ലേ. അതേപോലെ -1 റൈസ് ടു എൻ മൈനസ് 1 എന്ന് പറഞ്ഞാലും -1 റൈസ് ടു എൻ ഇൻറ്റു -1 റൈസ് ടു -1. -1 റൈസ് ടു -1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? -1 റൈസ് ടു എൻ ഇൻറ്റു -1 തന്നെ. അതായത് ഇത് രണ്ടും ഈക്വൽ ആണ്. -1 റൈസ് ടു എൻ പ്ലസ് 1 എന്ന് പറഞ്ഞാലും -1 റൈസ് ടു എൻ മൈനസ് 1 എന്ന് പറഞ്ഞാലും സെയിം ആൻസർ ആണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ രണ്ടും സെയിം ആൻസർ ആയത് കാരണം ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ഇതിൽ ആരെങ്കിലും ഒരാളെ നിങ്ങൾക്ക് സെയിം ആയിട്ട് എഴുതാം. ഞാൻ ഈ -1 റൈസ് ടു എൻ മൈനസ് 1 പകരം -1 റൈസ് ടു എൻ പ്ലസ് 1 കൊടുക്കുക. ഈ മൈനസ് അങ്ങ് കോമൺ ആയിട്ട് എടുത്തു. അപ്പോഴേക്ക് ഇത് -1 റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് -1 റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ മൈനസ് 1 എന്ന് വന്നു. ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് -1 റൈസ് ടു എൻ പ്ലസ് 1 LC എടുക്കുവാണ്. എൻ പ്ലസ് 1 ഇൻറ്റു എൻ മൈനസ് 1 കഴിഞ്ഞില്ല. ന്യൂമറേറ്ററിനകത്ത് n മൈനസ് 1 വരും. ഇവിടെയാണെങ്കിൽ n പ്ലസ് 1 വരും. ഈ -1 പ്ലസ് 1 പോകുമ്പോൾ ബാക്കി 2n ഉണ്ട്. ദറ്റ് ഈസ് ഈക്വൽ ടു -2n ഇൻറ്റു -1 ദ ഹോൾ റൈസ് ടു n പ്ലസ് 1 ബൈ n സ്ക്വയർ മൈനസ് 1. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ഡിനോമിനേറ്ററിൽ എപ്പോഴെങ്കിലും n സ്ക്വയർ മൈനസ് 1 അല്ലെങ്കിൽ 1 മൈനസ് n സ്ക്വയർ വന്നാൽ നമ്മളവിടെ n നോട്ട് ഈക്വൽ ടു 1 എന്ന് എഴുതിയിട്ട് എന്തുകൂടെ ഫൈൻഡ് ചെയ്യും? a1ഉം b1ഉം ഫൈൻഡ് ചെയ്യും. പക്ഷെ നമുക്കിവിടെ എന്ത് ഫൈൻഡ് ചെയ്താൽ മതി? നമ്മുടെ ഇവിടുത്തെ bn 0 ആണെന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് എന്നിൽ എന്ത് വാല്യൂ വന്നാലും bnൻ്റെ വാല്യൂ 0 ആണ്. സോ നമ്മൾ എന്ത് മാത്രമേ ഫൈൻഡ് ചെയ്യത്തുള്ളൂ ഇവിടെ? സോറി, നമ്മളിവിടെ a0 an 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ an 0 എന്ന് പറഞ്ഞുകൊണ്ട് a1ഉം എന്ത് തന്നെയായിരിക്കും? 0 ആയിരിക്കും. നമുക്കിവിടെ b1 മാത്രം ഫൈൻഡ് ചെയ്താൽ മതി. b1ൻ്റെ ഫോമിൽ നമുക്കിത് നോക്കി എഴുതാം. b1 is equal to 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π. ഫോമുല ഇത് നോക്കിക്കോളൂ. f of x ഇൻറ്റു സൈൻ n പൈ ബൈ എം എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? എൻ്റെ സ്ഥാനത്ത് 1 വരും. സോ എക്സ് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ്. കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ്. നമുക്കറിയാം സൈൻ തീറ്റ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ 2θ ബൈ 2 ആണ് ഞാൻ പലപ്പോഴും പറയുന്നതാണ്. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π എക്സ് ഇൻറ്റു
സൈൻ 2x ബൈ 2 dx എന്ന് വന്നു. ആ 2ഉം പുറത്തുള്ള 2ഉം ക്യാൻസൽ ആകുമ്പോൾ 1/π ഇൻറ്റു ഇൻറ്റഗ്രേറ്റ് ചെയ്യണേ. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു സൈനിൻ്റെ ഇൻറ്റഗ്രൽ മൈനസ് കോസ് 2x ബൈ 2 മൈനസ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു കോസിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ്, അവിടെ ഓൾറെഡി മൈനസ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് മൈനസ് ഇട്ടത്, അല്ല കോസിൻ്റെ ഇൻറ്റഗ്രൽ മൈനസ് എന്നല്ല. കോസിൻ്റെ ഇൻറ്റഗ്രൽ സൈൻ 2x ബൈ 2ഉം ഈ ഓൾറെഡി ഉള്ള 2ഉം കൂടി ചേർന്നത് 4 ആവുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ ഇത് 0 ആയി പോകുന്നതുകൊണ്ട് വീണ്ടും ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നില്ല. ലിമിറ്റ് ഈസ് ഫ്രം 0 to π. ഇനി നോക്കിക്കേ, കോസ് 2π വരും ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ. കോസ് 2π എന്തുവാ 1 ആണ്. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ 2π വരും. സൈൻ 2π എന്താ 0 ആണ്. അപ്പോൾ ഇത് 0 ആയി പോവും, ഇയാൾ 1 ആയി പോവും. എക്സിൻ്റെ സ്ഥാനത്ത് പൈ കൊടുക്കുമ്പോൾ ദിസ് ഈക്വൽ ടു 1/π ഇൻറ്റു മൈനസ് സൈൻ, ആ മൈനസ് എവിടെ ഇട്ടെ, പൈ ഇൻറ്റു കോസ് 2π എന്ന് പറയുമ്പോഴേക്കും എന്താ 1 ആണ്, 1/2. സോ -π/2. ബാക്കി ലോവർ ലിമിറ്റ് കൊടുത്താൽ എല്ലാവരും 0 ആണ്. അപ്പോൾ പൈയും പോയിട്ട് ബാക്കി എന്താ -1/2 വന്നു. അപ്പോൾ B1 ഈക്വൽ ടു -1/2 എന്ന് ആൻസർ കിട്ടി. Therefore ഫോറിയർ സീരീസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ എന്താ എഴുതി വെച്ചേക്കുന്നത്, സമ്മേഷൻ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി bn ഇൻറ്റു സൈൻ nx എന്നാണ് നമ്മുടെ ഫോമുല വരിക. പക്ഷേ ഇവിടെ n ഈക്വൽ ടു 1 സെപ്പറേറ്റ് ആയിട്ട് ഫൈൻഡ് ചെയ്ത് കാരണം ഇതിനെ b1 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി 1 to അല്ല 1 പ്രത്യേകം കൊടുത്താണ് n ഈക്വൽ ടു 2 to ഇൻഫിനിറ്റി bn ഇൻറ്റു സൈൻ nx എന്ന് എഴുതാം. എന്നിട്ട് b1 എന്തായിരുന്നു -1/2 ഇൻറ്റു സൈൻ എക്സ്. bn എന്ന് പറയുന്നതോ സമ്മേഷൻ n ഈക്വൽ ടു 2 to ഇൻഫിനിറ്റി -2 ഇൻറ്റു -1 ദ ഹോൾ റൈസ് ടു n പ്ലസ് 1 ബൈ n സ്ക്വയർ -1 ഇൻറ്റു സൈൻ nx. ഓക്കെ, ഇത് നമുക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഈ എക്സ് സൈൻ എക്സും എക്സ് കോസ് എക്സും. അപ്പോൾ ഇതേ പ്രോബ്ലം എക്സ് സൈൻ എക്സ് എന്നുള്ളത് ഞാൻ എക്സ് സൈൻ എക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് 0,2π പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എക്സ് സൈൻ എക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ -π,π എന്നുള്ള ഇൻ്റർവെല്ലിൽ ചെയ്ത് നോക്കണം. യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് എക്സ് സൈൻ എക്സ് ഇൻ ദ ഇൻ്റർവെൽ -π,π. എക്സ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് ഫംഗ്ഷനാണ്, ഈവൻ ഫംഗ്ഷനാണ്. bn മാത്രമേ 0 ആകത്തുള്ളൂ. a0 an ഫൈൻഡ് ചെയ്യണം. അപ്പോൾ a0 ഫൈൻഡ് ചെയ്യാൻ പറ്റും. an ഫൈൻഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ n² -1 വരും. n not equal to 1 എന്ന് പറഞ്ഞിട്ട് അവിടെ a1 കൂടെ ഫൈൻഡ് ചെയ്യണം. അത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ചെയ്ത് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഇവിടെ എനിക്ക് പറയാനുള്ള വേറൊരു 3 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ്, അതുപോലെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് സൈൻ എക്സ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് കോസ് എക്സ്. ഇതിൽ മോഡ് കോസ് എക്സ് ഒത്തിരി ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലമാണ്. ഇത് മാത്രം 10 മാർക്ക് ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ എല്ലാവരുടെയും ഇൻ്റർവെൽ -π,π എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് എന്തെങ്കിലും നോക്കി പഠിക്കുക. എനിക്ക് ടൈം ഉണ്ടെങ്കിൽ ഈ 3 പ്രോബ്ലം ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നതാണ്. അതുകൊണ്ട് എടുത്ത് പറയാൻ കാരണം ഇത് രണ്ടും നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഇത് 10 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എന്നെ ചോദിച്ചിട്ടുണ്ട്. ഈ 3 പ്രോബ്ലവും -π,π എന്നുള്ള ഇൻ്റർവെല്ലായതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഈവനോട് ചെക്ക് ചെയ്യണം. അപ്പോൾ മോഡുള്ള എല്ലാ ക്വസ്റ്റ്യനും ഈവൻ ഫംഗ്ഷനാണ്. അപ്പോൾ വെറുതെ അങ്ങ് എഴുതിയാൽ മതി. സിൻസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്, എഫ് ഓഫ് -x ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെന്ന് പറഞ്ഞ് വെറുതെ എഴുതി വെച്ചാൽ മതി. മോഡുള്ളത് കാരണം നമുക്കതിനകത്ത് എന്തെങ്കിലും നെഗറ്റീവ് വാല്യൂ വന്നാലും മോഡുലെസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തേ എടുക്കത്തുള്ളൂ, അതിൻ്റെ പോസിറ്റീവ് വാല്യൂ മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പോൾ അതെപ്പോഴും എഫ് ഓഫ് എക്സ് ആയിട്ട് തന്നെ നമുക്ക് തിരിച്ച് കിട്ടും. ഇപ്പോൾ അത് എന്ത് ഫംഗ്ഷനാണ്, അത് ഈവൻ ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പം ഈ പ്രോബ്ലം ഒന്ന് നോക്കിയിട്ട് തന്നെ പോകാം. നിങ്ങൾ ടെസ്റ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയിട്ട് പോകാൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. എക്സാമിന് മുന്നേ ടൈം കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിരുന്നതാണ്. അടുത്ത പ്രോബ്ലം നോക്കിക്കോളേ. ഫൈൻ ഫോറിയർ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഇൻ ദ ഇൻ്റർവൽ -π,π. ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഇൻ്റർവൽ -π,π ആയത് കാരണം നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഈവൻ ആണോ ഓഡ് ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്ക് പീരീഡ് എഴുതാം. പീരീഡ് ഇസ് ഈക്വൽ ടു π - ഓഫ് -π ദറ്റ് ഈസ് ഈക്വൽ ടു π + π എന്ന് പറയുമ്പോഴേക്കും 2π വരും. നമ്മൾ 2m ആണ് നമ്മുടെ ഫോറിയർ സീരീസിൻ്റെ പീരീഡ്. സോ 2m ഇക്വേറ്റ് ചെയ്യുമ്പോൾ 2 പോയിട്ട് ആൻസർ എന്താ കിട്ടുക, m ഈക്വൽ ടു π. ഇനി ഈവൻ ആണോ ഓഡ് ആണോ ചെക്ക് ചെയ്യുമ്പോൾ എഫ് ഓഫ് -x ഇസ് ഈക്വൽ ടു -x + -x ദ ഹോൾ സ്ക്വയർ എന്നാണ് വരുന്നത്. ദറ്റ് ഈസ് -x + x സ്ക്വയർ. ഈ മൈനസ് എന്ന് പറയുന്ന ആളെ കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുമോ? കോമൺ ആയിട്ട് എടുത്താൽ x - x സ്ക്വയർ എന്ന് വരും. അത് എഫ് ഓഫ് എക്സ് അല്ല. ഇത് നോട്ട് ഈക്വൽ ടു എന്തുവാണ്, എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇതെന്തല്ല, നമ്മുടെ രണ്ട് കണ്ടീഷൻ എഫ് ഓഫ് -x ഈക്വൽ ടു എഫ് ഓഫ് എക്സും അല്ല, എഫ് ഓഫ് -x ഈക്വൽ ടു എഫ് ഓഫ് എക്സും അല്ല. Therefore എഫ് ഓഫ് എക്സ് ഈസ് ആ മൂന്നാമത്തെ കാറ്റഗറി പെട്ടതാ, നെയ്തർ ഈവൻ നോർ ഓഡ്. നെയ്തർ ഈവൻ നോർ ഓഡ് വന്നാൽ നമ്മൾ എങ്ങനെയാണോ ഇതുവരെ നമ്മൾ ഫോറിയർ സീരീസ് ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെയാണ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഫോറിയർ സീരീസ് ചെയ്തുകൊണ്ടിരുന്നത്, നമ്മുടെ a0ൻ്റെ ഫോമുല പഴയ പോലെ 1/m ഇൻറ്റു ഇൻ്റഗ്രൽ തന്നിട്ടുള്ള ഇൻ്റർവൽ എന്താണ്, -m to m ആണെങ്കിൽ അങ്ങനെ എഫ് ഓഫ് എക്സ് dx.
ഇവിടുത്തെ ഇൻ്റർവൽ എന്ന് പറയുന്നത് 1/π ഇൻറ്റു ഇൻ്റഗ്രൽ -π to π എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വരും. അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരും? 1/π ഇൻറ്റു എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ x²/2 ആണ്. എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ x³/3 ആണ്. ലിമിറ്റ് ഈസ് ഫ്രം -π to π. ഓക്കെ, ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ this is equal to 1/π ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ π²/2 -π³/3 പ്ലസ് π³/3 അപ്പർ ലിമിറ്റ് കഴിഞ്ഞു. മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ -πൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ π² തന്നെ. സോ π²/2 എക്സിൻ്റെ സ്ഥാനത്ത് -π വന്നിട്ട് -π³ എന്ന് പറഞ്ഞാൽ -π³/3 ആണ്. ഓക്കെ, അപ്പോൾ π²/2 -π²/2 എന്ന് പറയുമ്പോഴേക്കും ക്യാൻസലായി പോവും. π³/3യും -+ π³/3യും കൂടെ 1/π ഇൻറ്റു 2π³/3 എന്നാണ്. പൈയും π³ പോകുമ്പോൾ ഇത് π² ആവും. സോ ആൻസർ 2π²/3 ആണ് a0 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ഫൈൻഡ് ചെയ്യാൻ പോകണം? an ഫൈൻഡ് ചെയ്യും. an ഫൈൻഡ് ചെയ്യേണ്ട ഫോമുലയും നേരത്തെ പോലെ തന്നെ 1/m ഇൻറ്റു ഇൻ്റഗ്രൽ -m to m f(x) ഇൻറ്റു കോസ് n x dx. കാരണം എമ്മിൻ്റെ സ്ഥാനത്ത് പൈ വരുമ്പം കോസ് n π/mx dx. അടുത്ത എമ്മിൻ്റെ സ്ഥാനത്ത് പൈ വരുമ്പോൾ ഇതെങ്ങനെ വരും? 1/π ഇൻറ്റു ഇൻ്റഗ്രൽ -π to π f(x) എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? x പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് nx dx. ഇൻ്റഗ്രേറ്റ് ചെയ്യട്ടെ. That is equal to 1/π ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ x പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു കോസിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ സൈൻ nx/n മൈനസ് ഓഫ് എക്സ് പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 1 + 2x ഇൻറ്റു സൈനിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് nx/n ഈ എന്നും കൂടെ ചേർന്നിട്ട് അത് n². ഓക്കെ, പ്ലസ് 1 + 2xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2 ആണ്. കോസിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ സൈൻ, ഈ മൈനസ് സൈനും കൂടി ചേർക്കുമ്പോൾ മൈനസ് സൈൻ nx/n n² കൂടി ചേർന്നത് n³ ആണ്. ലിമിറ്റ് ഈസ് ഫ്രം 0 to ലിമിറ്റ് ഈസ് ഫ്രം -π to π. ലിമിറ്റ് അപ്ലൈ ആയിട്ടെ. This is equal to 1/π ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നോക്കിക്കോളേ സൈൻ nπ എന്ന് പറഞ്ഞാൽ എന്താ? 0. കോസ് nπ എന്ന് പറഞ്ഞാൽ -1 the whole power n. സോ ഇത് മൈനസും കൂടെ പ്ലസ് ആവും. 1 + 2π ഇൻറ്റു -1 the whole power n/n². സൈൻ nπ എന്ന് വരുമ്പോൾ ആ ടേമും 0 ആവും. മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ nπ വരുമ്പോൾ അത് 0. കോസ് n ഓഫ് -π എന്ന് പറഞ്ഞാൽ എന്തുവാണ്? കോസ് n ഓഫ് -π, കോസ് ഓഫ് -θ കോസ് θ തന്നെ, കോസ് nπ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു -1 the whole power n. ഈ ടേം മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. മൈനസും പ്ലസ് ഇട്ടു. 1 - 2π, അതെന്താ അവിടെ മൈനസ് വന്നേ? എക്സ് എന്ന് തന്നെ -π, അപ്പോൾ അത് കൊടുത്തപ്പോഴാണ് 1 - π ഇൻറ്റു -1 the whole power n/n². സൈനിൻ്റെ വാല്യൂ 0 ആയി. ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും ക്യാൻസൽ ആയി പോകും നോക്കാം നമുക്ക്. 1/n² -1/n² വരുമ്പോൾ ആ ടേം അങ്ങ് ക്യാൻസൽ ആയി പോകും. അതുപോലെ 2πയും മൈനസ് ഓഫ് -2πയും കൂടെ പ്ലസ് 2π വരണേ. അപ്പോൾ അത് 4π എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു 4π ഇൻറ്റു -1 the whole power n/n². പൈയും കൂടെ ക്യാൻസൽ ആകുമ്പോൾ ആൻസർ എന്താ? 4 ഇൻറ്റു -1 the whole power n/n². A1ൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? ഇതേപോലെ bnൻ്റെ ആൻസർ കൂടെ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ bnൻ്റെ ആൻസർ ഫൈൻഡ് ചെയ്യുമ്പോൾ bn is equal to 1/m ഇൻറ്റു ഇൻ്റഗ്രൽ -m to m f(x) ഇൻറ്റു സൈൻ nπ/mx dx. f(x)ൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? എമ്മിൻ്റെ സ്ഥാനത്ത് ഞാൻ പൈ കൊടുത്തു. ഇൻ്റഗ്രൽ -π to π എന്നാവും. f(x)ൻ്റെ സ്ഥാനത്ത് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന x പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ബാക്കി സൈൻ nπ/π എന്ന് പറയുമ്പോൾ സൈൻ nx dx എന്നായി. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യട്ടെ. അപ്പോൾ 1/π ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു സൈനിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് nx/n മൈനസ് ഓഫ് എക്സ് പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 1 + 2x ഇൻറ്റു കോസിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ nx/n ഈ എന്നും കൂടെ ചേരുമ്പോഴേക്കും അത് n² ആവും. ഓക്കെ, പ്ലസ് 1 + 2xൽ 2xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2 ആണ്. സൈനിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് ആണ്. ഈ മൈനസ് സൈനും കൂടെ ആകുമ്പോൾ അത് പ്ലസ് കോസ് ആവും. സോ കോസ് nx/n ഈ n² കൂടെ ചേർന്നിട്ട് അത് n³. ലിമിറ്റ് ഈസ് ഫ്രം -π to π. ലിമിറ്റ് ശ്രദ്ധിച്ചു കൊടുക്കണേ. അപ്പോൾ 1/π ഇൻറ്റു കോസ് വരുന്നതെല്ലാം എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് π
പൈ പ്ലസ് പൈ സ്ക്വയറിൽ പൈ കൊടുക്കുകയാണ്. പൈ പ്ലസ് പൈ സ്ക്വയർ ഇൻറ്റു ആ മൈനസ് കോസിൻ്റെ മൈനസ് സൈൻ ഫ്രണ്ടിലിട്ടു. കോസ് എൻ പൈ എന്ന് പറഞ്ഞാൽ -1 ദ ഹോൾ പവർ n ബൈ n. സൈൻ എൻ പൈ എന്ന് പറഞ്ഞാൽ 0 ആണ്. അടുത്ത ടേമിൽ 2 ഇൻറ്റു കോസ് എൻ പൈ എന്ന് പറയുമ്പോൾ -1 ദ ഹോൾ പവർ n ബൈ n ക്യൂബ്. അപ്പർ ലിമിറ്റ് കഴിഞ്ഞു. മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പം എക്സിന് പകരം മൈനസ് പൈ കൊടുക്കുമ്പം മൈനസ് പൈ പ്ലസ് മൈനസ് പൈയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പൈ സ്ക്വയർ ഇൻറ്റു ആ മൈനസ് സൈൻ ഫ്രണ്ടിൽ വന്നില്ലേ അത് ഇവിടെ ഇട്ടു. കോസ് ഓഫ് ഞാൻ നേരത്തെ കാണിച്ചതാണ്. കോസ് ഓഫ് മൈനസ് എൻ പൈ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? കോസ് എൻ പൈ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു -1 ദ ഹോൾ പവർ n ആണ്. സോ -1 ദ ഹോൾ പവർ n ബൈ n ഈ ടേം എന്തായി പോവും? 0 ആയി പോവും. അടുത്ത് നോക്കിക്കേ 2 ഇൻറ്റു കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റ തന്നെയാണ്. അപ്പോൾ അത് 2 ഇൻറ്റു -1 ദ ഹോൾ പവർ n ബൈ n ക്യൂബ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. 2 ഇൻറ്റു -1 ദ ഹോൾ പവർ n ബൈ n ക്യൂബും ഈ മൈനസ് അകത്തേക്ക് വരുമ്പോൾ 2 ഇൻറ്റു -1 ദ ഹോൾ പവർ n ബൈ n ക്യൂബും ക്യാൻസൽ ആയിപ്പോയി. ബാക്കി രണ്ടിടത്തും നമുക്കൊരു മൈനസ് പൈ ഇവിടെയുണ്ട്. ഇവിടെയാണെങ്കിൽ ഒരു മൈനസ് ഇവിടെ പുറത്തുണ്ട്. ആ മൈനസ് അകത്തേക്ക് വരുമ്പോൾ ഇത് പ്ലസ് ആവും. പുറത്തൊരു മൈനസ് ഉണ്ട്. സോ -2 പൈ എന്ന് വരും. ഇത് 1 ബൈ പൈ ഇൻറ്റു -2 പൈ. ഓക്കെ. അതേപോലെ ഇവിടെ പൈ സ്ക്വയറിൻ്റെ ഫ്രണ്ടിലൊരു മൈനസ് ഉണ്ട്. സോ മൈനസ് പൈ സ്ക്വയറും ഈ മൈനസ് വെച്ച് വരുമ്പോൾ പ്ലസ് പൈ സ്ക്വയറും പൈ സ്ക്വയറിൻ്റെ ടേം ക്യാൻസൽ ആയി പോകും. -2 പൈ ഇൻറ്റു -1 ദ ഹോൾ പവർ n ബൈ n എന്നാണ് വരുന്നത്. പൈയും പൈയും ക്യാൻസൽ ആകുമ്പോൾ bn is equal to -2 ഇൻറ്റു -1 ദ ഹോൾ പവർ n ബൈ n എന്ന് നമുക്ക് ആൻസർ കിട്ടി. Therefore, Fourier series f of x is equal to Fourier series formula എന്തായിരുന്നു? a0 by 2 plus summation n equal to 1 to infinity an into cos nx plus summation n equal to 1 to infinity bn into sin nx എന്നായി. നമ്മുടെ a0ൻ്റെ ആൻസർ എന്താണെന്ന് കിട്ടിയേക്കുന്നത് ഇവിടെ? a0ൻ്റെ ആൻസർ is equal to നോക്കിയേ a0 is equal to എന്ന് കിട്ടിയ 2 pi square by 3. അപ്പോൾ 2 pi square by 3 the whole by 2 plus summation n equal to 1 to infinity an എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് 4 ഇൻറ്റു -1 the whole power n by n square. ഓക്കെ. അപ്പോൾ 4 ഇൻറ്റു -1 the whole power n by n square ഇൻറ്റു cos nx plus summation n equal to 1 to infinity bn ൻ്റെ ആൻസർ -2 ഇൻറ്റു -1 the whole power n by n ഇൻറ്റു sin nx. അപ്പോൾ നമ്മുടെ ഫോറിയർ സീരീസ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഞാൻ 3 കേസിലെ ഓരോ പ്രോബ്ലം ചെയ്തു. അപ്പോൾ ഞാൻ ഓർത്തത് നെയ്തർ ഈവൻ നോർ ഓർഡിലെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഫോറിയർ സീരീസ് ഓഫ് f of x is equal to e raised to x in the interval -π, എന്നോ -l, l എന്നോ ചെയ്യും. ഞാനിവിടെ ഇത് ചെയ്യാത്തതിന് കാരണം നമ്മൾ f of x equal to e raised to x in the interval 0,2l ഞാൻ ചെയ്തു തന്നിട്ടില്ല. അപ്പോൾ അതേപോലെയാണ് ഇവിടെയും ചെയ്യേണ്ടി വരുന്നത്. ഇത് നെയ്തർ ഈവൻ നോർ ഓർ ആണ്. 3 പേരെയും കണ്ടുപിടിക്കേണ്ടി വരും. അവിടെ യൂസ് ചെയ്ത് പോയില്ലേ e raised to ax into cos bxൻ്റെ ഫോർമുല, അതുപോലെ e raised to ax into sin bxൻ്റെ ഫോർമുല, സെയിം ഫോർമുല നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പോൾ അതും എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. f of x equal to e raised to x in the interval -π, എന്നോ -l, l എന്നോ. അപ്പോൾ ഇങ്ങനത്തെ ഈക്വൽ ഇൻ്റർവലിൽ ചോദിച്ചാൽ അത് നെയ്തർ ഈവൻ നോർ ഓർഡറിൽ വരുന്ന കാര്യമാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ഇത് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഹാഫ് റേഞ്ച് ഫോറിയർ കൊസൈൻ സീരീസ് ഓഫ് f of x is equal to x for 0 less than x less than l by 2 and l minus x for l by 2 less than or equal to x less than or equal to l. ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ് ഞാൻ പഠിപ്പിച്ചില്ല എന്നാണോ വിചാരിക്കണേ? പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞതല്ലേ ഈ ഫോർമുല പറഞ്ഞപ്പം ഇനി ഞാൻ ഫോർമുല പറയത്തില്ല, ഹാഫ് റേഞ്ച് സീരീസിൻ്റെ ഫോർമുല ഇവിടെ പറയുവാന്ന്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം കൊസൈൻ ഫോറിയർ സീരീസ് എന്നല്ലാണ്ട് ക്വസ്റ്റിനകത്ത് കൊസൈൻ സീരീസിനോ സൈൻ സീരീസിനോ കാണുകയാണെങ്കിൽ നമ്മൾ ആദ്യം പീരീഡ് എത്രയാണെന്ന് ഓർത്തോളണം. 0,m. അപ്പോൾ പീരീഡ് m ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി കൊസൈൻ സീരീസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഈവൻ ഫംഗ്ഷൻ ആകുമ്പോഴുള്ള ഫോർമുല. സൈൻ സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഡ് ഫംഗ്ഷൻ ആകുമ്പോഴുള്ള ഫോർമുല. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് വീണ്ടും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ പീരീഡ് എഴുതുമ്പം ഈ കേസിലാണെങ്കിൽ പടം ഒന്ന് വരച്ചു നോക്കാം. തുടങ്ങിയിരിക്കുന്നത് 0-യിലാണ്. അടുത്തൊരു പോയിന്റ് ഉണ്ട് l by 2. അതിനിടയ്ക്കുള്ള f of x ആണ് x എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അടുത്ത് l by 2 to l വരെ ആണെങ്കിൽ f of x എന്ന് പറഞ്ഞാൽ l minus x ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 0,l ആണ്. അപ്പോൾ പീരീഡ് എന്ന് പറയുന്നത് എന്തായി? പീരീഡ് ഇസ് ഈക്വൽ ടു l minus 0 ഇസ് ഈക്വൽ ടു l എന്നായി. നമ്മൾ എന്തിനാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്? 2m എന്നല്ല m-നാണ്. നമ്മൾ ഇതുവരെയും പീരീഡ് കിട്ടുന്ന ആളെ എന്തിനാണ് ഇക്വേറ്റ് ചെയ്തത്? തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ പോലും 2m ഈക്വൽ ടു എന്നാണ് ഇക്വേറ്റ് ചെയ്തത്. കാരണം ഹാഫ് റേഞ്ച് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ പീരീഡ് 0,m ആണ്. അപ്പോൾ പീരീഡ് ഈക്വൽ ടു m എന്നാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. m ഈക്വൽ ടു l എന്ന് ഇക്വേറ്റ് കിട്ടി നമുക്ക്. ഇനി ഹാഫ് റേഞ്ച് ഫോറിയർ കൊസൈൻ സീരീസ്. കൊസൈൻ സീരീസിൽ a0 ഫൈൻഡ് ചെയ്യേണ്ട ഫോർമുല എന്തുവാണ്? നമ്മുടെ ഹാഫ് റേഞ്ച് ഈവൻ ആകുമ്പോഴുള്ള ഫോർമുല 2/m ഇൻറ്റു ഇൻ്റഗ്രൽ 0 to m f of x dx. അപ്പോൾ ഫോർമുല ഓർമ്മിക്കാൻ 2 ഫോർമുലയൊന്നും ആകത്തില്ല. എന്തായാലും ഇതിൻ്റെ പഠിക്കണം. അപ്പോൾ നമുക്ക് ഈവൻ്റെ കേസ് പഠിച്ചു വയ്ക്കാൻ എളുപ്പം. അപ്പോൾ എമ്മിൻ്റെ സ്ഥാനത്ത് l വരുമ്പോൾ എങ്ങനെയാണ്? 2/l ഇൻറ്റു ഇൻ്റഗ്രൽ 0 to l f of x dx.
ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു 2/L ഇൻറ്റു 0 to L നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യിക്കുന്നത്? 0 to L/2 എന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എക്സ് ആണ്. അടുത്ത എന്തുവാണ്? L/2 to Lനകത്ത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ L മൈനസ് എക്സ് ഡി എക്സ് എന്നാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യാമോ? ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ദിസ് ഇസ് ഈക്വൽ ടു 2/L ഇൻറ്റു എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ x²/2 ലിമിറ്റ് ഈസ് ഫ്രം 0 to L/2 പ്ലസ് L മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ LX മൈനസ് x²/2 ആണ്. ലിമിറ്റ് ഈസ് ഫ്രം L/2 to L. ലിമിറ്റ് അപ്ലൈ ചെയ്യട്ടെ. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 2/L ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുവാണേ. അപ്പർ ലിമിറ്റ് എക്സിൻ്റെ x² ആവിടെ. അപ്പോൾ L/2 വരുമ്പം L/2 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ L²/4 ഇൻറ്റു 2 ദറ്റ് ഈസ് L²/8 മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് 0 പ്ലസ് ഇവിടെ അടുത്ത അപ്പർ ലിമിറ്റ് വരുമ്പം L ഇൻറ്റു L എന്ന് പറഞ്ഞാൽ L² ആണ്. L² മൈനസ് L²/2 നോക്കിക്കേ, L² മൈനസ് L²/2 എന്നാണ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ വരുന്നത്. വേണമെങ്കിൽ ഞാനിവിടെ എഴുതാം L² മൈനസ് L²/2 അപ്പർ ലിമിറ്റ് കഴിഞ്ഞു. മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ലോവർ ലിമിറ്റ് എന്താ? L/2. സോ L ഇൻറ്റു L/2 എന്ന് പറഞ്ഞാൽ എന്താ? L²/2 മൈനസ് L/2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പം L²/4 വരുന്നുണ്ട്. ആ 4ഉം ഈ 2ഉം കൂടെ 8 വരുന്നുണ്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും ക്യാൻസൽ ആയി പോകും നോക്കാം. ഇവിടെ L²/8 ഉണ്ട്. മൈനസ് ഓഫ് മൈനസ് പ്ലസ് L²/8 ഉണ്ട്. അപ്പോൾ അത് 2L²/8 ആണ്. 2/L ഇൻറ്റു 2L²/8ഉം L മൈനസ് L²/2 എന്ന് പറഞ്ഞാൽ L²/2 ആണ്. L²/2 മൈനസ് L²/2 കൂടെ അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ 2L²/8 ആണ് വരുന്നത് അല്ലേ. അപ്പം നമുക്ക് എന്താ പറയുന്നത്? ഈ Lഉം ഒരു Lഉം ക്യാൻസൽ ആവുന്നുണ്ട്. 2 ഇൻറ്റു 2 4ഉം 8ഉം പോകുമ്പോൾ ബാക്കി ഇവിടെ 2. സോ A0 ഇസ് ഈക്വൽ ടു L/2 എന്നാണ് ആൻസർ കിട്ടിയത്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്ത് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? കൊസൈൻ സീരീസ്. ഇനി AN കൂടെ മാത്രം ഫൈൻഡ് ചെയ്താൽ മതി. കൊസൈൻ സീരീസിൻ്റെ ഫോർമുല ആകുമ്പം AN ഈക്വൽ ടു 2/M ഇൻറ്റു ഇൻ്റഗ്രൽ 0 to M എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് N പൈ ബൈ MX dx. ഇവിടെ എമ്മിൻ്റെ വാല്യൂ എത്രയെന്ന് എഴുതിയിരുന്നത് നമ്മൾ? L. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 2/L ഇൻറ്റു ഇൻ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് എന്ന് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന ആളെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. സോ എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് N പൈ ബൈ LX dx. ക്വസ്റ്റ്യനിൽ 0 to L രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കണേ. സോ 2/L രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 0 to L/2 എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് ഇൻറ്റു കോസ് N പൈ ബൈ LX dxഉം അടുത്ത് L/2 to Lനകത്ത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ L മൈനസ് എക്സ് ഇൻറ്റു കോസ് N പൈ ബൈ LX dxഉം. ഓക്കെ, ഇനി നമുക്കിത് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ 2/L ഇൻറ്റു നോക്കിക്കേ, അപ്പുറത്ത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാവേ. കാരണം ഇവിടെ എനിക്ക് സ്ഥലം തികയത്തില്ല. ബെർണോളിസ് ഫോർമുല യൂസ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം 2/L ഇൻറ്റു എക്സ് ഇൻറ്റു കോസ് N പൈ ബൈ LXനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് ആദ്യം. എക്സിനെ സ്മോൾ ബ്രാക്കറ്റ് ഇട്ടു. കോസിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ സൈൻ N പൈ ബൈ LX ബൈ N പൈ ബൈ L മൈനസ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു സൈനിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് N പൈ ബൈ LX ബൈ N² പൈ സ്ക്വയർ ബൈ L² ലിമിറ്റ് ഈസ് ഫ്രം 0 to L/2. ഓക്കെ, പ്ലസ് അടുത്ത ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താ? L മൈനസ് എക്സ് ഇൻറ്റു കോസ് N പൈ ബൈ L. അപ്പോൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ L മൈനസ് എക്സ് ഇൻറ്റു കോസിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ സൈൻ N പൈ ബൈ LX ബൈ N പൈ ബൈ Lഉം മൈനസ് ഓഫ് L മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1 ഇൻറ്റു സൈനിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് കോസ് N പൈ ബൈ LX ബൈ N² പൈ സ്ക്വയർ ബൈ L² ലിമിറ്റ് ഈസ് ഫ്രം L/2 to L. ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവുകയാണേ. നമുക്ക് ഓരോന്നായിട്ട് കൊടുത്തു നോക്കാം. സൈൻ N പൈ ബൈ ആദ്യത്തിൽ അപ്പർ ലിമിറ്റ് എന്താ? L/2. അപ്പോൾ ഞാനിവിടെ L/2 വരുമ്പം സൈൻ N പൈ ബൈ L ഇൻറ്റു L/2. L ക്യാൻസൽ ആകുമ്പോൾ സൈൻ N പൈ ബൈ 2. സോ ദിസ് ഈക്വൽ ടു 2/L ഇൻറ്റു ലിമിറ്റ് അപ്ലൈ ചെയ്യുവാണ്. ആദ്യത്തെ അപ്പർ ലിമിറ്റ് L/2. അപ്പം ബ്രാക്കറ്റിനകത്ത് L/2 എക്സിൻ്റെ സ്ഥാനത്ത് L/2 ഇൻറ്റു N പൈ ബൈ L ഒരു ഫ്രാക്ഷനാണ്. അപ്പോൾ അതിന് തിരിച്ചെഴുതുമ്പം L/N പൈ ഇൻറ്റു സൈൻ N പൈ ബൈ 2. ഇനി മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി. ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ L² ബൈ N² പൈ സ്ക്വയർ ഇൻറ്റു കോസ് N പൈ ബൈ L ഇൻറ്റു Lൻ്റെ സ്ഥാനത്ത് L/2. L ക്യാൻസൽ ആകുമ്പോൾ കോസ് N പൈ ബൈ 2. അപ്പർ ലിമിറ്റ് കഴിഞ്ഞു. മൈനസ് ഓഫ് ലോവർ ലിമിറ്റോട് എന്താ കിടക്കുന്നത്? 0 ഇൻറ്റു സൈൻ 0 ആണ്. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ഡിനോമിനേറ്റർ റെസിപ്രോക്കൽ L² ബൈ N² പൈ സ്ക്വയർ ഇൻറ്റു കോസ് 0 എന്ന് പറഞ്ഞാൽ എന്താ? കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്.
അപ്പോൾ അതുകൊണ്ട് അത് എഴുതി കഴിഞ്ഞു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കഴിഞ്ഞു. പ്ലസ് അടുത്തതിൻ്റെ അപ്പർ ലിമിറ്റ് കൊടുക്കുവാണ്. അപ്പർ ലിമിറ്റ് എന്താ? എൽ. എൽ മൈനസ് എൽ എന്താ? 0. സോ ഫസ്റ്റ് ടേം 0. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് എൽ സ്ക്വയർ ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു കോസ് എൻ പൈ ബൈ എൽ. ഇവിടെ കോസ് എൻ പൈ ബൈ എൽ ഉണ്ട്. എക്സിൻ്റെ സ്ഥാനത്ത് എൽ വരുമ്പോൾ എല്ലും പോകുമ്പോൾ കോസ് എൻ പൈ. കോസ് എൻ പൈ എന്ന് പറഞ്ഞാൽ എന്താണ്? -1 ദ ഹോൾ പവർ എൻ. ഓക്കെ, ആ ടേം കഴിഞ്ഞു. മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് കൊടുക്കുവാണ്. ലോവർ ലിമിറ്റ് L/2 വരുമ്പം നോക്കിക്കേ, എൽ മൈനസ് L/2 എൻ പൈ ബൈ എല്ലിൻ്റെ റെസിപ്രോക്കൽ L/n പൈ. ബാക്കി സൈൻ എൻ പൈ ബൈ 2 നേരത്തെ നമ്മൾ കൊടുത്തു കാണിച്ചതാണ് ഇവിടെ, അതുകൊണ്ടാണ് ഞാനത് കൂടുതൽ പറയാത്തത്. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ഡിനോമിനേറ്റർ റെസിപ്രോക്കൽ എൽ സ്ക്വയർ ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു കോസ് എൻ പൈ ബൈ 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പം രണ്ട് ഇൻ്റഗ്രലിനും ഞാൻ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു. ഇനി എന്തെങ്കിലും ടേം ക്യാൻസലായി പോകും നോക്കാം. നമുക്ക് ആദ്യത്തെ ടേം മുതൽ നോക്കാം. L/2 ഇൻറ്റു എൽ ബൈ എൻ പൈ സൈൻ എൻ പൈ ബൈ 2 മൈനസ് ഓഫ് L/2 ഇൻറ്റു എൽ ബൈ എൻ പൈ സൈൻ എൻ പൈ ബൈ 2 ക്യാൻസലായി. എൽ സ്ക്വയർ ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ കോസ് എൻ പൈ ബൈ 2. ഇനി എവിടെയെങ്കിലും ഉണ്ടോ നോക്കിക്കേ, ഉണ്ട്, ദേ കിടപ്പുണ്ട്. മൈനസും ഈ മൈനസും കൂടെ പ്ലസ് ആവും. സോ അതെന്തായി? 2/L ഇൻറ്റു 2L സ്ക്വയർ ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു കോസ് എൻ പൈ ബൈ 2. അടുത്ത് നോക്കിക്കേ, മൈനസ് എൽ സ്ക്വയർ ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ. വേറെ ടേം അതുപോലത്തെ ഇല്ല. മൈനസ് എൽ സ്ക്വയർ ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയറും അടുത്ത ടേമിൽ ഒരു മൈനസ് എൽ സ്ക്വയർ ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ -1 ദ ഹോൾ പവർ എൻ ഉണ്ട്. അപ്പോൾ അത് രണ്ടിടത്തു നിന്ന് മൈനസ് എൽ സ്ക്വയർ ബൈ എൻ സ്ക്വയർ കോമൺ ആയിട്ട് എടുത്താൽ അത് 1 പ്ലസ് -1 ദ ഹോൾ പവർ എൻ എന്നായി. ആൻസറായി. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഷ്ടപ്പെടേണ്ട. Therefore, half range Fourier series f of x is equal to a0/2 plus summation n equal to 1 to infinity an into cos n pi by lx ആണ്. a0 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത്? a0 is equal to L/2. സോ L/2/2 എന്ന് പറയുമ്പോഴേക്കും L/4 പ്ലസ് സമ്മേഷൻ n equal to 1 to infinity. നമ്മുടെ a-ൻ്റെ ആൻസർ ഇത്രയും വലിയ ആൻസർ 2/L into 2L square by n square pi square into cos n pi by 2 minus L square by n square pi square into 1 plus -1 the whole power n bracket close ചെയ്യണു into cos n pi by Lx. ആൻസർ ആയി കഴിഞ്ഞു. ഇവിടെ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചത്? ഫൈൻ ഫൊറിയർ കൊസൈൻ സീരീസ്. ഫൊറിയർ കൊസൈൻ സീരീസ് എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമേ നിങ്ങൾ മാറ്റുള്ളൂ, നമ്മുടെ പീരീഡ് എന്ന് പറഞ്ഞാൽ m equal to ഇതാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് ഷുവർ ആയിട്ട് f of x equal to x square x അങ്ങനെ കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഫൈൻ ഫൊറിയർ കൊസൈൻ സീരീസ്ന്നോ സൈൻ സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ട് 3 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ക്വസ്റ്റ്യനിലൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളേ. ഷോ ദാറ്റ് എ കോൺസ്റ്റൻറ്റ് c ക്യാൻ ബി എക്സ്പാൻഡ് ഇൻ ആൻ ഇൻഫിനിറ്റ് സീരീസ് 4c/π ഇൻറ്റു സൈൻ എക്സ് പ്ലസ് സൈൻ 3x/3 പ്ലസ് സൈൻ 5x/5 പ്ലസ് എക്സെട്ര. അപ്പം ഒരു കോൺസ്റ്റൻറ്റ് സിയെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഫൊറിയർ സീരീസിന് ഒരു വേർഡേ യൂസ് ചെയ്തിട്ടില്ല, ഹാഫ് റേഞ്ച് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളെങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാൻ പോണേ? ലിമിറ്റ് 0 to π ശ്രദ്ധിച്ചായിരുന്നോ? 0,m പോലെ ഇവിടെ തന്നിരിക്കുന്നത് 0,π എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു കാര്യം. പിന്നെ ഈ സീരീസിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? സൈനിൻ്റെ ടേം മാത്രമേ ഉള്ളൂ. സോ എന്തായിരിക്കാം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? ഫൊറിയർ സൈൻ സീരീസ് ആയിരിക്കാം ഇവിടെ യൂസ് ചെയ്തിരിക്കണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോവാണ്. ബൈ യൂസിങ് ഫൊറിയർ സൈൻ സീരീസ്. ഫൊറിയർ ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസ് ആണ്. ഞാൻ ഫൊറിയർ സൈൻ സീരീസ് എന്ന് മാത്രമേ ഇതിനുള്ളൂ. ഓക്കെ, പീരീഡ് ഇസ് ഈക്വൽ ടു π - 0π ആണ്. ദറ്റ് ഈസ് m is equal to π എന്ന് എടുത്തു. ഇനി ഇവിടെ എഫ് ഓഫ് എക്സ് ഏതാ? ക്വസ്റ്റ്യനിൽ കണ്ടോ? ഷോ ദാറ്റ് എ കോൺസ്റ്റൻറ്റ് സി. ഈ സി ആണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യുവാണ്? സൈൻ സീരീസ് എന്ന് പറയുമ്പോൾ bn മാത്രം ഫൈൻഡ് ചെയ്താൽ പോരെ. ഫോമിൽ എന്താ? 2/m ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to m എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ n പൈ ബൈ mx dx ആണ്. നമ്മുടെ ഇവിടുത്തെ m എന്താണ്? m എന്ന് പറഞ്ഞാൽ പൈ ആണ്. സോ ഇത് 2/π ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to π എന്തോ കോൺസ്റ്റൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ സി ഇൻറ്റു സൈൻ n പൈ ബൈ പൈ. അപ്പോൾ എന്താ? സൈൻ n x dx. ഈ സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുത്താൽ ഇത് 2c/π ഇൻറ്റു സൈനിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് n x/n ലിമിറ്റ് ഈസ് ഫ്രം 0 to π. ദറ്റ് ഈസ് ഈക്വൽ ടു 2c/π. മൈനസിനെ കൂടി ഞാൻ പുറത്തേക്ക് എടുത്തേ. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്നിനെ കൂടെ പുറത്തേക്കാം, n പൈ കിടന്നോട്ടെ. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം കോസ് n പൈ മൈനസ് ലോവർ ലിമിറ്റ് കോസ് 0. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ്
2c by n pi into cos n pi എന്ന് പറഞ്ഞാൽ -1 the whole power n -1 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. നമുക്ക് സാധാരണ ഇങ്ങനെ വരുമ്പോൾ ഈവനോട് ചെക്ക് ചെയ്യാറുണ്ട്. എന്നിൻ്റെ വാല്യൂ ഈവൻ ആകുമ്പോൾ എന്താ ഓർഡർ. ഞാനത് നിങ്ങളുടെ അടുത്ത് പറയാത്തത് കാരണം അങ്ങനെ ചെക്ക് ചെയ്താൽ നമുക്ക് ലാസ്റ്റ് ആൻസർ ചെയ്യുമ്പോൾ മാർക്ക് കിട്ടാറുണ്ട്. അത് എഴുതിയില്ലെങ്കിൽ മാർക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഈ കേസിൽ നമുക്ക് ചെക്ക് ചെയ്താലേ പറ്റത്തുള്ളൂ. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് കൊണ്ടങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ദിസ് ഇസ് ഈക്വൽ ടു നമ്മുടെ ഫോറിയർ സീരീസിൻ്റെ ഫോമിൽ എന്താ, f of x is equal to summation n equal to 1 to infinity bn into sin n pi by mx ആണ് അല്ലേ. ഇവിടുത്തെ bn എന്തുവായിരുന്നു, ആൻസർ എന്തുവായിരുന്നു, -2c by n pi into -1 the whole power n -1 സമ്മേഷൻ എഴുതാൻ പറ്റുമേ. സമ്മേഷൻ n equal to 1 to infinity into sin nx. എന്നിന് ഓരോ വാല്യൂ ആയിട്ട് കൊടുക്കാം. n equal to 1 ആവുമ്പം f of x is equal to -2c by pi കോമണ പുറത്തിട്ടു. n equal to 1 ആവുമ്പം ഇവിടെ എന്നിൻ്റെ വാല്യൂ 1 ആവുന്നുണ്ട്. ഈ n എന്ന് പറയുന്നത് ഇതിൻ്റെ താഴെ വന്നതെന്ന് വിചാരിച്ചോളൂ. n equal to 1 ആവുമ്പം -1 raised to 1 -1, അതായത് -1 എന്താവും, -2 ആവും. -2 by 1 into sin x. n equal to 2 ആവുമ്പോഴോ -1 square -1 which is equal to 0. n equal to 2 ആവുമ്പോൾ 0. n equal to 3 ആവുമ്പം -1 3 -1 is equal to -2. അപ്പോൾ അത് -2 by 3 into sin 3x. n equal to 4 ആവുമ്പോൾ 0. n equal to 5 ആവുമ്പോൾ -2 by 5 into sin 5x പ്ലസ് അങ്ങോട്ട് ഒരു വാല്യൂ വരുന്ന അനുസരിച്ച് വരും. ഇവിടുന്ന് എല്ലായിടത്തും എനിക്ക് വേണമെങ്കിൽ ഒരു -2 കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതെന്ത് വരും, -2 into -2 4c by pi ബ്രാക്കറ്റിനകത്ത് sin x പ്ലസ് sin 3x by 3 പ്ലസ് sin 5x by 5 പ്ലസ് എക്സെട്ര. ഇതല്ലേ നമ്മളടുത്ത് പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചിരുന്നത്. അപ്പോൾ ആ കോൺസ്റ്റൻറ്റിൻ്റെ ഫൊറിയർ സൈൻ സീരീസ് ഫൈൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായത്. അപ്പോൾ ഇതേപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് കോസിൻ്റെ ടേം മാത്രമുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് എന്ത് മനസ്സിലാക്കണം, അത് ഫൊറിയർ കൊസൈൻ സീരീസ് ആണ് മനസ്സിലാക്കണം. ഇതും അല്ലാന്നുണ്ടെങ്കിൽ ഫൈൻ ഫൊറിയർ ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസ് എന്നോ ഹാഫ് റേഞ്ച് ഫൊറിയർ കൊസൈൻ സീരീസ് എന്നോ പറഞ്ഞ് തന്നെ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൊറിയർ സീരീസിൻ്റെ പ്രോബ്ലം ഇവിടെ വെച്ച് നിർത്തുകയാണ്. എനിക്ക് ഇപ്പോഴും മനസ്സിന് മോഡ് എക്സും മോഡ് കോസ് എക്സും മോഡ് സൈൻ എക്സും കിടപ്പുണ്ട്. ഞാനത് പറഞ്ഞിട്ടില്ല. ടൈം കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് ആ പ്രോബ്ലം കൂടി ഞാൻ ചെയ്തുതരാം. ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഏത് പ്രോബ്ലം വരണം എന്നുള്ളത് നോക്കിയിട്ട് മോഡ് എക്സും മോഡ് സൈൻ എക്സും മോഡ് കോസ് എക്സും കൂടെ ഞാൻ ചെയ്തുതരാം. ഓക്കെ.